സുഹൃത്തുക്കളെ, CPM എത്തി നിൽക്കുന്ന പ്രതിസന്ധിയുടെ ആഴത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. എല്ലാവരും കൈവിടുന്ന CPM എന്ന് പറയുമ്പോൾ ഏതാണ്ട് എല്ലാ വിഭാഗങ്ങളും CPMനെ കൈവിടുന്നു എന്നുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് ആഴത്തിൽ അങ്ങനെ ഒരു സംഭവം കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ PV അൻവർ കൈവിട്ടു പോകുന്നു. ഇനി PV അൻവർ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകില്ല എന്നാണ് കരുതുന്നതെങ്കിൽ അതിനും അപ്പുറത്തേക്ക് മറ്റു ചില വിഭാഗങ്ങളുടെ മാറ്റങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. റിസാല മാസിക, അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്ഥാനത്തിൻ്റെ മുഖമാസികയുടെ ലേഖനം വന്നിരിക്കുന്നത് CPMനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ലേഖനമാണ് എന്നുള്ളതാണ്. ഇതുവരെ മതേതര കക്ഷിയാണ് CPM എന്നാണ് കരുതിയത് എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് മൃദു ഹിന്ദുത്വ നിലപാടിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ CPM മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും എന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് CPM രാഷ്ട്രീയം മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റിസാല കുറ്റപ്പെടുത്തുന്നത് അതിഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് എന്നുള്ളതാണ്. അതായത് അരിവാൾ സുന്നി എന്നാണ് റിസാലയെ AP വിഭാഗത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നത്. അരിവാൾ സുന്നി എന്ന് പറയുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തോടൊപ്പം നിൽക്കുന്ന, തങ്ങളുടെ മതവിശ്വാസം ഇസ്ലാം മതവിശ്വാസമാണെങ്കിലും അവർ എപ്പോഴും CPMനൊപ്പം നിൽക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കാല രാഷ്ട്രീയത്തിലൊക്കെയും ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ അപ്പുറത്തേക്ക് അതിനെ മറികടന്നുകൊണ്ട് CPMനെ തള്ളിപ്പറയുകയാണ് ഈ AP അബൂബക്കർ വിഭാഗം എന്നുള്ളതാണ്, കാന്തപുരം വിഭാഗം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം. അതായത് പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിക്കുൾപ്പെടെ കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ADGP അജിത് കുമാറിൻ്റെ വിഷയത്തിൽ അജിത് കുമാറിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും തയ്യാറാകാത്തത് കാന്തപുരം വിഭാഗത്തെ ചൊടിപ്പിച്ച ഒന്നാമത്തെ ഒരു പ്രശ്നമാണ്. മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി നടത്തുമ്പോൾ അതിലൊരു വ്യക്തമായ മറുപടി പറയാൻ പോലും മുഖ്യമന്ത്രിക്കോ സംഘത്തിനോ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിഗുരുതരമായ രീതിയിൽ കുറ്റപ്പെടുത്തലുമായി രംഗത്ത് വരികയാണ് AP വിഭാഗം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് ആ വിഭാഗം ഏതാണ്ട് CPMൻ്റെ പുതിയ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ള കൗതുകകരമായ രാഷ്ട്രീയത്തിനാണ് മലപ്പുറം രാഷ്ട്രീയം വേദിയാകുന്നത്. കേവലം അത് മലപ്പുറത്ത് ഒതുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയമല്ല. സംസ്ഥാനത്തൊട്ടാകെ AP വിഭാഗത്തിന് പലയിടത്തും സ്വാധീനമുണ്ട്. അവർ CPMനൊപ്പം നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് CPM ഏതാണ്ട് BJPക്ക് സംരക്ഷണം കൊടുക്കുന്ന, അപ്പോൾ പൂരം കലക്കൽ അടക്കമുള്ള PV അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളും BJPക്കൊപ്പം നിൽക്കുന്ന നിലപാടിലേക്ക് CPM പോകുന്നു എന്ന സംശയം അൻവറിന് ജനിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ബാക്കിയുള്ള പല വിഷയങ്ങൾ എടുത്തുകൊണ്ട് മലപ്പുറത്തിനെതിരായ പരാമർശം ഉൾപ്പെടെ ADGP അജിത് കുമാറിന് മുഖ്യമന്ത്രി നൽകുന്ന സംരക്ഷണം ഉൾപ്പെടെ എല്ലാം എടുത്തുകൊണ്ട് ഒരു മൃദു ഹിന്ദുത്വ കാർഡിലേക്ക് CPM പോകുന്നതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് AP വിഭാഗം രംഗത്ത് വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം: AP വിഭാഗം CPMനെ കൈവിടുകയാണ് വരാൻ പോകുന്ന സമീപ തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതിനപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോലും ആ രാഷ്ട്രീയ മാറ്റം എത്താനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് എത്തുന്നു എന്ന് വെച്ചാൽ, തൊട്ടിപ്പുറത്ത് PV അൻവർ പുതിയൊരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ PV അൻവർ ഈ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതാണ്ട് CPM സംഘപരിവാറിന് കോംപ്രമൈസ് ചെയ്യുന്നു എന്ന നിലപാട് കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് രംഗത്തെത്തുന്നത് എന്നുള്ളതാണ്. അതായത് തമിഴക പാർട്ടിയായി തമിഴ്നാട് ഭരിക്കുന്ന DMKയ്ക്കൊപ്പം ചേരാൻ PV അൻവർ പോകുമ്പോൾ കേരളത്തിൽ വലിയൊരു തമാശയായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ PV അൻവർ കേരളത്തിൽ അതൊരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ മുന്നണി സംവിധാനങ്ങൾ തമ്മിലുള്ള നെക്സസ്, അവർ ഒരുമിച്ചുള്ള അവരുടെ കളികൾ ആണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തെ വിഷയം, DMKയിലേക്ക് പോകുമ്പോൾ അൻവർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ വിഷയം ഇതാ: തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ഒറ്റ സീറ്റ് പോലും BJPക്ക്
നടക്കാൻ അവസരമുണ്ടാക്കാത്ത നേതാവാണ്. സ്വന്തം പാർട്ടിയുടെ നിലനിൽപ്പ് പോലും നോക്കാതെ ഇപ്പോൾ CPM-ന് പോലും ഏറ്റവും പ്രധാനപ്പെട്ട പല സീറ്റുകളും കൈമാറിക്കൊണ്ടാണ് അൻവർ DMK പല നീക്കുപോക്കുകളും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു ചെറിയ കാര്യമല്ല എന്ന് അൻവർ പറയുമ്പോൾ അവിടെയും അടികൊള്ളുന്നത് കേരളത്തിൽ കോംപ്രമൈസിങ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന CPM എന്നുള്ളതാണ്. BJP-യുമായി മൃദു സമീപനത്തിൽ നിൽക്കുന്ന CPM എന്നുള്ളതാണ്. അത് ഒരിക്കലും മുസ്ലിം രാഷ്ട്രീയത്തിനിടയിൽ സമീപകാലത്ത് നടത്തുന്ന നീക്കങ്ങളിൽ അത് CPM-ൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളതാണ്. എന്തായാലും അൻവർ ഒരു വലിയ നീക്കങ്ങൾക്ക് തുടക്കമിടുകയാണ്. മലപ്പുറത്ത് മഹാസമ്മേളനങ്ങൾ നടത്താനിരിക്കുമ്പോൾ അൻവറിനൊപ്പം ആളുകൾ ചേരുമ്പോൾ അത് കേവലം ഈ പറഞ്ഞതുപോലെ അരിവാൾ സുന്നികൾ ഉൾപ്പെടെയുള്ളവർ അൻവറിനൊപ്പം ചേരാനുള്ള വലിയ സാധ്യത തന്നെ അവിടെ ഉയർന്നു വരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം അവർ ഇതിനകം തന്നെ CPM-നോട് എതിർപ്പ് പ്രകടിപ്പിച്ചതുകൊണ്ട് തന്നെ. തൊട്ടിപ്പുറത്ത് മറ്റൊരു വിഭാഗം കൈവിടുന്നുണ്ട്. അതെന്താണ്? CPM-നൊപ്പമുള്ള ഘടകകക്ഷികൾ RJD, അതായത് ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ളവർ ആ മുന്നണിയിൽ നിന്ന് പോകുന്ന സമയം കാത്തിരിക്കുക മാത്രമേ ഇനി നിവർത്തിയുള്ളൂ. അതിനും അപ്പുറത്തേക്ക് CPM ഇപ്പോൾ ഒരു മൃദു ഹിന്ദുത്വ കാർഡ് ഇറക്കാൻ കാരണം അരിവാൾ സുന്നികൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു AP വിഭാഗം ചൂണ്ടിക്കാണിക്കുന്ന പോലെ അത് CPM-ന് നഷ്ടപ്പെട്ട ആ ഒരു വോട്ടുകളാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ആലപ്പുഴ അടക്കമുള്ള മേഖലകളിൽ CPM-ന് കുറേ പോക്കറ്റുകളുണ്ടായിരുന്നു. ഈ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ഹിന്ദു വിഭാഗങ്ങളൊപ്പം തന്നെ ഈഴവ വിഭാഗങ്ങളൊക്കെ CPM-നൊപ്പമായിരുന്നു നിന്നിരുന്നത്. പക്ഷേ അതിൽ വലിയ ചോർച്ചയുണ്ടാകുന്നു. അതായത് പാർട്ടിയുടെ ബേസ് വോട്ട് ചോർന്നിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് തിരുത്തൽ നടപടി ഉണ്ടാകുമെന്ന് പറയേണ്ടി വരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് പോലെ ഹിന്ദുവിലെ ലേഖനം അറിയാതെ സംഭവിച്ചൊരു ലേഖനമാണെന്ന് രാഷ്ട്രീയം വിലയിരുത്തുന്ന ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബോധപൂർവം ഒരു ഈ പ്രത്യേകിച്ച് ഈ മുസ്ലിം മതവിഭാഗത്തിനെതിരെ നടക്കുന്ന നീക്കങ്ങൾ ഇപ്പുറത്തുള്ള ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കും എന്നുള്ളതാണ് കാണുന്നൊരു പൊളിറ്റിക്സ്. അപ്പോൾ ഏറ്റവും കുറവ് അതെല്ലാം വന്നില്ലെങ്കിൽ പോലും ഇപ്പുറത്തുള്ള സ്വന്തം വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ സ്വന്തം പാളയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് CPM നടക്കുന്നത്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള വോട്ടുകൾ BJP-യിലേക്ക് BDJS വഴിയും BJP സ്വന്തം നിലയിലും ആർജിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു. BJP ജയിക്കാൻ കഴിയുന്നൊരു പാർട്ടിയാണെന്ന് കേരളത്തിൽ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ഇനി മടങ്ങി വരാം. ഒരിക്കലെങ്കിലും BJP-യുടെ താമര ചിഹ്നത്തിൽ കുത്താൻ അരിവാൾ ചുറ്റിയേക്ക് പിന്നാലെ നടന്നവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവർക്ക് ആ അറപ്പുണ്ടാകില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. 2 CPM നഷ്ടപ്പെടുത്തുന്നു. അരിവാൾ സുന്നികൾ ഉൾപ്പെടെയുള്ള AP വിഭാഗത്തിൻ്റെ വോട്ടുകളും നഷ്ടപ്പെടുത്തുന്നു. PV അൻവർ ഉൾപ്പെടെ ഉയർത്തുന്ന രാഷ്ട്രീയം, നെക്സസ് രാഷ്ട്രീയം, അവിടെ CPM-ൻ്റെ ക്രെഡിബിലിറ്റി ആകമാനം തകർന്നില്ലാതാകുന്നൊരു കാഴ്ചയിലേക്കാണ് ഈ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. KT ജലീലിനെ പോലുള്ളവരും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതോടെ മലപ്പുറം ഉൾപ്പെടെ ആ മേഖലയിൽ CPM-ൻ്റെ മുസ്ലിം ലീഡേഴ്സ് ആകെ മാറി നിൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്? കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ പുതിയൊരു വിഷയത്തിൽ വീണ്ടും കാണാം. നന്ദി.